ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് NTPCയുടെ PYQ ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഹിസ്റ്ററിയുടെ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അല്ലേ, ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയാണ്. മിക്സഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏൻഷ്യന്റും മിഡീവിയലും എല്ലാം മോഡേണും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ കുറെ ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്ത് പഠിക്കുവാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും PYQs ചെയ്ത് പഠിക്കണം. അറിയാത്ത ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും PYQ ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവരും ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നൊക്കെ നോക്കി വെക്കണം കേട്ടോ. എന്നിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അറിയാൻ വയ്യാത്ത പോർഷനിൽ നിന്ന് എടുത്ത് ഒന്നും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് PYQയിലേക്ക് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2021 CBT തൊട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവരും പഠിച്ച് ഈ വർഷം തന്നെ ഒരു ജോലിയിൽ കയറുക. അപ്പൊ അത്യാവശ്യം വേണ്ടുന്ന മെറ്റീരിയൽസും അതുപോലെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് പഠിച്ച് എല്ലാവരും ഈ വർഷത്തെ NTPC ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following years did the Muslim League pass a resolution demanding a measure of autonomy for the Muslim majority areas എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ 1944 ഉണ്ട്, 1940 ഉണ്ട്, 1935 ഉണ്ട്, 1937 ഉണ്ട്. അപ്പൊ ഏത് വർഷമാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന മുസ്ലിം മെജോറിറ്റി ഏരിയാസ് സെപ്പറേറ്റ് ആയിട്ട് വേണം, അതിന്റെ ഓട്ടോണോമി ക്ലെയിം ചെയ്ത് അല്ലെ ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഏരിയക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറയുന്ന ആ ഒരു വാദം അല്ലെ, അത് കൊണ്ടുവന്നത് 1940 ലാഹോർ സെക്ഷൻ ആണ് കേട്ടോ. ലാഹോർ സെക്ഷൻ ഇതെന്താണ്, മുസ്ലിം ലീഗിന്റെ സെക്ഷൻ ആണ്. മുസ്ലിം ലീഗിന്റെ 1940 ലാഹോർ സെക്ഷനിൽ വെച്ചിട്ടാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ആൻസർ എന്താണ്? ഏത് സെക്ഷനിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ചേർത്ത് പ്രത്യേക രാജ്യം വേണമെന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സെക്ഷനിൽ വെച്ചിട്ടാണ്. മുഹമ്മദ് അലി ജിന്നയാണ് അപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1940 ലാഹോർ സെക്ഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആശയം ഒരു റെസൊല്യൂഷൻ അവർ പാസ്സാക്കുന്നത്. അപ്പൊ 1906 ഡിസംബർ 30 ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് കേട്ടോ. മുസ്ലിം ലീഗിനെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. 1940 അവരുടെ ലാഹോർ സെക്ഷനിൽ വെച്ച് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ അവരെടുത്തു എന്ന് പറയുന്നത്. അപ്പൊ എന്നാണ് മുസ്ലിം ലീഗ് വന്നത്? 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ചിട്ടാണ് വന്നത്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആഗാ ഖാൻ ആയിരുന്നു. ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? ഫസ്റ്റ് പ്രസിഡന്റ് ആഗാ ഖാൻ ആണ് കേട്ടോ. ആഗാ ഖാൻ ആണ് ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ നാട്, പ്യുവർ ആയിട്ടുള്ള നാടെന്നൊക്കെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവര് പാകിസ്ഥാൻ എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് പറയുവാണെങ്കിൽ ഇത് ഓരോന്നും ഓരോ സ്ഥലങ്ങളുടെ പേരായിട്ട് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അപ്പൊ പാകിസ്ഥാൻ P for പഞ്ചാബ് ആണ്. P for പഞ്ചാബ് ആണ്. A for അഫ്ഗാനിസ്ഥാൻ ആണ്. A for അഫ്ഗാനിസ്ഥാൻ ആണ്. K for കാശ്മീർ ആണ്. K for കാശ്മീർ ആണ്. S for സിന്ധ് ആണ്. സിന്ധ് റീജൻ ആണ്. S for സിന്ധ് റീജൻ. ആൻഡ് TAN for ബലൂചിസ്ഥാൻ ആണ്. TAN for ബലൂചിസ്ഥാൻ. നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എക്സ്പാൻഡ് ചെയ്തിട്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉറുദു ഭാഷയിൽ നിന്നെടുത്തതാണ് കേട്ടോ. ഉറുദു ഭാഷയിൽ നിന്നെടുത്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക്. ചൗധരി റഹ്മത്ത് അലി ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ടുവരുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവരുന്നത് ആരാണ്? ചൗധരി റഹ്മത്ത് അലിയാണ്. ചൗധരി റഹ്മത്ത് അലിയാണ്. ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവരുന്നത്. എന്നാണ്? 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്.
ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ റെസൊല്യൂഷൻ അവർ പാസ്സാക്കുന്നത്. ഓൾറെഡി 2 നേഷൻ തിയറി ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ എന്തായാലും അത്യാവശ്യം ഇത്രയും പോയിന്റ് ഇപ്പൊ പഠിച്ചിട്ട് ബാക്കി എന്തായാലും നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ച് ഫോം ചെയ്തു. ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആഗാ ഖാൻ ആണ്. ആഗാ ഖാൻ ഒക്കെ തന്നെയാണ് ഈ പറയുന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചത്, രൂപീകരണത്തിന് കേട്ടോ. 1940 ലാഹോർ സെക്ഷനിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഒരു റെസൊല്യൂഷൻ അവർ പാസ്സാക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു. പി ഫോർ പഞ്ചാബ്, എ ഫോർ അഫ്ഗാനിസ്ഥാൻ, കെ ഫോർ കാശ്മീർ, എസ് ഫോർ സിന്ധ്, പിന്നെ TAN ഫോർ ബലൂചിസ്ഥാൻ. അങ്ങനെ ഒരു എന്താണ് എക്സ്പാൻഷനും അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണേ. അപ്പൊ മുസ്ലിം ലീഗിനെ പറ്റി പഠിക്കണം, INC പറ്റി പഠിക്കണം, സംഘടനകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് NTPCക്ക്. അപ്പൊ അതുകൊണ്ട് സംഘടനകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. സ്വരാജ് പാർട്ടി, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൺ February 20th, 1947, who announced that the power would be transferred to the Indians by June 1948? 1948 ആവുമ്പോഴത്തേക്കും എന്താണ്, ജൂൺ 1948 ആവുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഫുൾ പവറും എന്താണ് ഇന്ത്യൻസിന് വേണ്ടി കൈമാറണം, ഇന്ത്യൻസിന് തന്നെ കൈമാറണമെന്ന് 1947 ഫെബ്രുവരി 20 പ്രഖ്യാപിച്ചതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു ഉണ്ട്, ലോർഡ് വേവൽ ഉണ്ട്, ലോർഡ് മൗണ്ട് ബാറ്റൻ ഉണ്ട്, ക്ലെമന്റ് ആറ്റ്ലി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി ആണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഇതിന്റെ ആറ്റ്ലീസ് ഡിക്ലറേഷൻ എന്ന് പറയും, ഡിക്ലറേഷൻ ഓഫ് ആറ്റ്ലി എന്ന് പറയും. ആറ്റ്ലിയുടെ ഡിക്ലറേഷൻ, ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്നൊക്കെ പറയും. എന്താണ്, ആ ഫെബ്രുവരി 20th 1947 പറയുവാണ്, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചു. 1948 ജൂൺ ആവുമ്പോഴത്തേക്കും ഫുൾ പവർ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നാണ് ക്ലെമന്റ് ആറ്റ്ലി, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിക്കുന്നത്. ഈ ക്ലെമന്റ് ആറ്റ്ലി ഒക്കെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതോടുകൂടി, അധികാരത്തിൽ എത്തുന്നതോടുകൂടിയാണ് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട് ബ്രിട്ടൻ തീരുമാനിക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ ഈ ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ എന്താണ് വൈസ്രോയി ആയിട്ട് നമ്മുടെ ലോർഡ് വേവലിനെ മാറ്റിയിട്ട്, ലോർഡ് വേവൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ലോർഡ് വേവലിനെ മാറ്റിയിട്ട് ലോർഡ് മൗണ്ട് ബാറ്റനെ കൊണ്ടുവരും. ലോർഡ് മൗണ്ട് ബാറ്റനെ കൊണ്ടുവരും. ലോർഡ് മൗണ്ട് ബാറ്റൺ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ വൈസ്രോയി അല്ലെ. ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ ചുമതല? ഇവിടെ എന്താണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പഠിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം 1947 ജൂൺ 3 ആയപ്പോഴത്തേക്കും ഒരു പ്ലാൻ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പ്ലാനിലാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രമെന്നും മറ്റ് ബാക്കിയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യ എന്ന വേറൊരു രാഷ്ട്രമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. 1947 ജൂൺ 3 വന്ന ഈ പ്ലാനിനെ നമ്മള് ജൂൺ 3 പ്ലാൻ എന്തൊക്കെ വിളിക്കും? ജൂൺ 3 പ്ലാൻ, ജൂൺ 3 പ്ലാൻ. അതുപോലെ ബാൽക്കൻ പ്ലാൻ, ബാൽക്കൻ പദ്ധതി, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ വിളിക്കുന്നത് 1947 ജൂൺ 3 ലോർഡ് മൗണ്ട് ബാറ്റൻ കൊണ്ടുവരുന്ന ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് പറയുന്ന ആ ഒരു പ്ലാൻ ആണ്. ലോർഡ് മൗണ്ട് ബാറ്റനെ അപ്പോയിന്റ് ചെയ്യുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. 1947 ഫെബ്രുവരി 20 അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. 1948 ജൂണോടുകൂടി എന്ത് ചെയ്യും? ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, ഫുള്ളി ഇന്ത്യയുടെ ഫുൾ പവേഴ്സും ഇന്ത്യൻസിന് കൈമാറുമെന്ന് പറയുന്നു. അങ്ങനെയാണ് ലോർഡ് വേവലിനെ മാറ്റി ലോർഡ് മൗണ്ട് ബാറ്റനെ വൈസ്രോയി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം 1947 ജൂൺ 3 ആയപ്പോഴത്തേക്കും മൗണ്ട് ബാറ്റൻ ഒരു പ്ലാൻ കൊണ്ടുവരുന്നു. എങ്ങനെ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക രാജ്യം രൂപീകരിച്ച് അവർക്ക് നൽകാം, ബാക്കിയുള്ളവർക്ക് ബാക്കി രാജ്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. ആ പ്ലാനിനെ ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൽക്കൻ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഈ ഒരു പ്ലാനിനെയാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു പ്ലാനിലാണ് 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഡേറ്റ് ആദ്യമായിട്ട് വരുന്നത്. 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ആദ്യമായിട്ട് പറയുന്നത് ഈ 1947 ജൂൺ 3 വന്ന ലോർഡ് മൗണ്ട് ബാറ്റന്റെ ജൂൺ 3 പ്ലാനിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ബാക്കി നിങ്ങൾ കൂടെ പഠിക്കണം കേട്ടോ, വേറെയും പഠിക്കണം. ഇപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക.
നോക്കിക്കേ, ഇത് എന്താണ് നമ്മുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കൗട്ടില്യ ഇൻ അർത്ഥശാസ്ത്ര ഹാസ് മെൻഷൻഡ് സോഴ്സസ് ഓഫ് ലോ. എത്ര സോഴ്സസ് ഓഫ് ലോ ആണ്? ഹൗ മെനി സോഴ്സസ് ഓഫ് ലോ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു എത്ര സോഴ്സസ് ഓഫ് ലോ ആണ് അദ്ദേഹം പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹൗ മെനി ഉണ്ട്, ഹൗ മെനി സോഴ്സസ് ഓഫ് ലോ ആണ് അദ്ദേഹം പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗടില്യ അർത്ഥശാസ്ത്രത്തില് എത്ര സോഴ്സസ് ഓഫ് ലോനെ പറ്റിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റിന്റെ ഫുൾ മീനിങ്. ഓക്കെ, അപ്പൊ ആൻസർ പറയുകയാണെങ്കിൽ ഇത് NTPCക്ക് 2021 ഏതോ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചേട്ടോ. 2021 ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമോ എന്ന് ഞാൻ അന്തം വിട്ട് നോക്കി എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന്. ഓക്കെ, അപ്പൊ 2021 NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കൗടില്യ അർത്ഥശാസ്ത്രത്തില് എത്ര സോഴ്സസ് ഓഫ് ലോനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. കൗടില്യ അല്ലെങ്കിൽ ചാണക്യനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം അറിയാം അല്ലെ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ ആണ് അല്ലെ. ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ ആണ്. ഇത് മിനിമം നോളജ് എല്ലാവർക്കും വേണം. ചന്ദ്രഗുപ്ത മൗര്യന്റെ, അതായത് ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ ആണ് ഈ പറയുന്ന കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. അദ്ദേഹം എഴുതിയതാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതി. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അർത്ഥശാസ്ത്രത്തില് 4 സോഴ്സസ് ഓഫ് ലോനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ ആൻസർ 4 ആണ്. 4 സോഴ്സസ് ഓഫ് ലോനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് വേദാസിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് വേദാസ് ആണെന്ന് പറയുന്നു, ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറയുന്നത് അൻവിഷാക്കി എന്ന് പറയും. അൻവിഷാക്കി എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് ഓഫ് റീസണിങ് ആണ്. അൻവിഷാക്കി എന്ന് പറയുന്നത് സയൻസ് ഓഫ് റീസണിങ് ആണ്. റീസണിങ് സയൻസിനെ പറ്റി പറയുന്നു, സയൻസ് ഓഫ് റീസണിങ്. അടുത്ത സയൻസ് ഓഫ് ഗവൺമെന്റ്, സയൻസ് ഓഫ് എക്കണോമിക്സ് എന്നിങ്ങനെ 2 സോഴ്സും കൂടി പറയുന്നുണ്ട്. സയൻസ് ഓഫ് ഗവൺമെന്റ്, സയൻസ് ഓഫ് ഗവൺമെന്റിനെ പറ്റി, ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് സയൻസ് ഓഫ് എക്കണോമിക്സിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതാണ് 4 സോഴ്സസ് ഓഫ് ലോ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് വേദാസിനെ പറ്റി, അടുത്തത് എന്താണ്? സയൻസ് ഓഫ് റീസണിങ്, അടുത്തത് സയൻസ് ഓഫ് ഗവൺമെന്റ്, അടുത്തത് സയൻസ് ഓഫ് എക്കണോമിക്സ്. ഇങ്ങനെ 4 സോഴ്സസ് ഓഫ് ലോസിനെ പറ്റിയാണ് കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ ആണ് കൗടില്യ എന്നും, കൗടില്യ എഴുതിയതാണ് അർത്ഥശാസ്ത്രം എന്നും, അർത്ഥശാസ്ത്രയിൽ 4 സോഴ്സസ് ഓഫ് ലോ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നും എങ്കിലും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കുറെ നമ്മള് കൗടില്യനെ പറ്റിയൊക്കെ ക്ലാസ് കേട്ട് ഇലാബറേറ്റഡ് ആയിട്ട് പഠിക്കണം. ചുമ്മാ കുറെ പോയിന്റ്സ് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് കാര്യമില്ല. സോ തൽക്കാലം ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ദിശയുടെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് 5ഓളം ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആണ്. എത്ര പേർക്ക് അത് അറിയാതെ ഉണ്ടെന്ന് അറിയില്ല. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി നേരിട്ട് അവിടെ പോയിരുന്ന് പഠിക്കാം, പരീക്ഷകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നല്ല ഫാക്കൽറ്റീസ്, ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചസ് ആണ് കൊല്ലത്തും കൊട്ടാരക്കരയും തൃശ്ശൂരും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും ഉള്ളത്. എവിടെയാണോ നിങ്ങൾക്ക് അടുത്ത് അവിടെ പോയി നിങ്ങൾക്ക് കോച്ചിങ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. SSC, RRB, ബാങ്ക് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോഴ്സസ് ആണ് നിങ്ങൾക്ക് ദിശ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിനെ പറ്റിയുമുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. ഫീസ് ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസും റണ്ണിങ് കോഴ്സിനെ പറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സസിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ ഏത് ബ്രാഞ്ചിലേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പർ കൊടുത്തിട്ടുണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഇത്രയും സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട് ദിശയ്ക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബാച്ചസും ഉണ്ട്. നമ്മുടെ ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. SSC, RRB, ബാങ്ക് എല്ലാം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് സെന്ററിൽ പോകാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, കോഴ്സ് ഫീസ്, കോഴ്സ് ഡീറ്റെയിൽസ്, പുതിയ കോഴ്സ് സ്റ്റാർട്ടിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവര് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്ത് ചോദിക്കണം. ആപ്പ് വഴിയാണ് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യം ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്ന ഫൗണ്ടേഷൻ ബാച്ചസ് തൊട്ട് നമ്മുടെ കോഴ്സിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിക്രമാദിത്യ ഈസ് അനദർ നെയിം ഓഫ് വിച്ച് ഫേമസ് ഗുപ്ത റൂളർ? വിക്രമാദിത്യ എന്ന് നമ്മൾ ഈ പറയുന്നത് ഏത് ഗുപ്ത റൂളറിന്റെ ഫേമസ്
നെയിം ആണെന്നാണ് ചോദിക്കുന്നത്. വിക്രമാദിത്യ എന്ന് പറയുന്നത് ഏത് ഫേമസ് റൂളറിന്റെ പേരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ പേരാണ് എന്ത് വിക്രമാദിത്യ എന്ന് പറയുന്നത് കേട്ടോ. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ പേരാണ് വിക്രമാദിത്യ. അപ്പൊ ചന്ദ്രഗുപ്ത സെക്കൻഡിനെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് ടൈം സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്ത ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാവാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഏതാ? സിൽവർ കോയിൻസ് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്തത് ആരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. സിൽവർ കോയിൻസ് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്തത് ആരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഇദ്ദേഹത്തിന്റെ അനദർ നെയിം ആണ് ഏതെന്ന് പറയുന്നത്? വിക്രമാദിത്യ എന്ന് പറയുന്നത്. വിക്രമാദിത്യ. അപ്പം ഇദ്ദേഹം സകാസിനെ സകാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഡിഫീറ്റ് ചെയ്ത് ആ ഒരു വിക്ടറിയുടെ കോൺകർ ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സിൽവർ കോയിൻസ് പുറത്തിറക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനപ്പേരുകൾ സ്വീകരിച്ച് സക്കാരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സകാരി. അതിന്റെ കൂടെ സകാരി എന്ന് പറയുന്ന സ്ഥാനപ്പേരും അതിന്റെ കൂടെ വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിട്ടുള്ളത് ആരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. അപ്പം വിക്രമാദിത്യ ഈസ് അനദർ നെയിം ഓഫ് ഏത് ഗുപ്ത റൂളർ ആണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയെന്നാണ്. ഹുമയൂൺ നാമ പ്രൊവൈഡ്സ് എ ഗ്ലിംസ് ഇൻ ടു ദ വേൾഡ് ഓഫ് ബുഗൾസ് ഹു റോട്ട് ദ ബുക്ക് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയത്? ഹുമയൂണിന്റെ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് കേട്ടോ. ഹുമയൂണിന്റെ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഓക്കെ, ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? ഹുമയൂണിന്റെ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ്. ഓക്കെ, അപ്പം ഓർത്ത് വെച്ചേക്കണം. ഇവരെ കൊണ്ട് ഈ ബുക്ക് എഴുതിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പുത്രനായ അക്ബറാണ്. അക്ബറിന്റെ നിർബന്ധ പ്രകാരം അല്ലെ അദ്ദേഹമാണ് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത് ഗുൽബദൻ ബീഗത്തെ കൊണ്ട് ഈ ഒരു ബുക്ക് എഴുതിപ്പിക്കുന്നത്. ഹുമയൂൺ നിങ്ങൾക്ക് അറിയാലോ, ബാബറിന്റെ പുത്രനാണ് ഹുമയൂൺ എന്ന് പറയുന്നത്. നമ്മൾ മുഗൾ പഠിക്കുമ്പോൾ ആ ബാബർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അധികാരത്തിൽ വരുന്ന ഹുമയൂൺ ആണ്. 1530 തൊട്ട് 1540 വരെ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ തലപ്പത്തുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും ഷേർഷാ സൂരി, സൂർ രാജവംശത്തിലെ ഷേർഷാ സൂരിയുമായിട്ടുള്ള യുദ്ധങ്ങളെ തുടർന്ന് അദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടു പോകും. അതിനുശേഷം തിരിച്ചു വരുന്നത് 1555 വന്നതിന് ശേഷം 1556 ഇദ്ദേഹം എന്ത് പറ്റുന്നു? ഇദ്ദേഹത്തിന്റെ ഷേർ മണ്ഡൽ എന്ന പേരിൽ ഒരു ലൈബ്രറി ഉണ്ട്. ഇദ്ദേഹം ഭയങ്കര പണ്ഡിതനായിട്ടുള്ള ഒരു മുഗൾ കിങ് ആണ്. അപ്പം ഷേർ മണ്ഡലിന്റെ മുകളിൽ നിന്നും മറിഞ്ഞു വീണ് ഇദ്ദേഹം മരിക്കുവാണ്. വീട് ഒരു 3 ദിവസത്തിന് ശേഷം ഇദ്ദേഹം മരണപ്പെടുവാണ്. അപ്പം അദ്ദേഹത്തിന്റെ ലൈബ്രറിയായ ഷേർ മണ്ഡലിന്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ട മുഗൾ കിങ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഹുമയൂൺ ആണെന്ന് ഓർത്തോണം. 1530 തൊട്ട് 1540 വരെയും ശേഷം ഒരു 15 വർഷം അതും ചോദിച്ചിട്ടുണ്ട്. മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഭരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന മുഗൾ കിങ് ആരാണെന്ന് ചോദിച്ചാൽ ഹുമയൂൺ ആണ് കേട്ടോ. ഹുമയൂണിന്റെ പുത്രനാണ് അക്ബർ എന്ന് പറയുന്നത്. അത്ര ഓർത്തോ, ബാബറിന്റെ പുത്രൻ ഹുമയൂണിന്റെ പുത്രനാണ് അക്ബർ വരുന്നത്. 1556 പിന്നെ അക്ബർ അധികാരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ ബാബർ 1530 മരിക്കും. 1526 തൊട്ട് 1530 വരെ ബാബർ മരിക്കുന്നു. ബാബർ 1530 മരിക്കുന്നു. അതിനുശേഷം ഹുമയൂൺ എത്തുന്നു. ഹുമയൂൺ 1530 തൊട്ട് 1540 വരെ ഭരിക്കുന്നു. 1540 ആയപ്പോഴത്തേക്കും 1530 1539 1540 തുടർച്ചയായിട്ട് ഷേർഷാ സൂരിയുമായുള്ള യുദ്ധങ്ങളിൽ ഇദ്ദേഹം പരാജയപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം ഭരണം വിട്ട് 15 വർഷത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു. 1555 തിരിച്ചു മറ്റൊരു യുദ്ധത്തിലൂടെ അദ്ദേഹം തിരിച്ചെത്തുന്നു. 1555 തൊട്ട് 56 വരെ ഭരിക്കുന്നു. ഭരണത്തിനിടയിൽ അദ്ദേഹം ആക്സിഡന്റലി മരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനായ അക്ബറിന് 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയാണ്. 1556 അദ്ദേഹത്തിന്റെ ലൈബ്രറിയായ ഷേർ മണ്ഡലിന്റെ മുകളിൽ നിന്നും കാല് വഴുതി അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക്. ആരാണ്? അദ്ദേഹത്തിന്റെ ഭയങ്കര പണ്ഡിതനായിട്ടുള്ള ഭയങ്കരമായിട്ട് വായിക്കുകയും അറിവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മുഗൾ കിങ് ആണ് ഹുമയൂൺ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തെ പറ്റി എഴുതിയത് അദ്ദേഹത്തിന്റെ സഹോദരിയായ ഗുൽബദൻ ബീഗമാണ്. ബുക്കിന്റെ പേര് ഹുമയൂൺ നാമയാണ്. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി INC അല്ലെ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് INC-നെ പറ്റിയാണ്. INC-നെ പറ്റി ചോദിക്കാത്ത സമയമില്ലായിരുന്നു ഒരു സമയത്ത് വെച്ച്, ഇപ്പൊ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, INC എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോ 1884 എയോ ഹ്യൂമർ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നിട്ടുള്ളൊരു സംഘടന രൂപീകരിക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്, എങ്കിലും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന 1884 രൂപീകരിക്കുന്നു. ഓക്കെ, ഈ 1884 ഇന്ത്യൻ അസോസിയേഷനും ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടന INU പ്ലസ് ഇന്ത്യൻ അസോസിയേഷൻ ആണ് അവസാനം എന്താവുന്നത്? INC ആവുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത് 1885 ഡിസംബർ 28-നാണ് ഫോം ചെയ്യുന്നത്. ഡിസംബർ 28, 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ആരാണ് INC-യുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? AO ഹ്യൂമൻ എഴുതണം. INC-യുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ AO ഹ്യൂമൻ എഴുതണം. ആദ്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാലും ഫസ്റ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് സെക്രട്ടറി ആരാന്നാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഫസ്റ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ AO ഹ്യൂമൻ ആണെന്ന് എഴുതണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന്. അതാണ് ക്വസ്റ്റ്യൻ. ആരാണ് അത്? WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. ആൻസർ എന്താ? ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ WC ബാനർജി ആണ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC എന്ന് ചോദിച്ചാൽ ആരാണ്? WC ബാനർജി ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ യൂണിയനും ഇന്ത്യൻ അസോസിയേഷനും കൂടി ചേർന്ന് INC ആവുന്നത് 1885 ഡിസംബർ 28-നാണ്. ഓക്കെ, INU ഇന്ത്യൻ അസോസിയേഷനോട് ചേർന്നിട്ട് 1885 ഡിസംബർ. എവിടെ വെച്ചാണ് ഈ പറയുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നത്? ആ ഒരു ഫോർമേഷൻ മീറ്റിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ബോംബെ ആണ് കേട്ടോ. ബോംബെ. ആദ്യം ഇവർ പൂനെയിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. അവിടെ പ്ലേഗ് പടർന്നു പിടിച്ചതിന് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് രോഗത്തിന്റെ പകർച്ചയെ തുടർന്നാണ് ഏത് രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ഈ പറയുന്ന INC-യുടെ ഫസ്റ്റ് മീറ്റിംഗ് പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ ആൻസർ പ്ലേഗ് ആണ്. ബോംബെയില് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആണ് ഇതിന്റെ വേദി എന്ന് പറയുന്നത്. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് കേട്ടോ. സാൻസ്ക്രിറ്റ് കോളേജ് ആണ് ഇതിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുത്തു? എല്ലാവർക്കും എപ്പോഴും ഡൗട്ടാ. എങ്ങനെ അതിന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണവും അതുപോലെ ഈ പറയുന്ന INC-യുടെ ഫസ്റ്റ് മീറ്റിംഗ് പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണവും തമ്മിൽ തിരിഞ്ഞു പോന്നു. എന്തോ ജെയിമിസ് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു. 72 പേരാണ് INC-യുടെ മീറ്റിംഗിൽ പങ്കെടുത്തത്. 72 പേരാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് 78 പേരാണ് കേട്ടോ. അപ്പൊ 78 ഉപ്പ് സത്യാഗ്രഹം എന്ന് വെച്ചാൽ അവര് നടന്ന് ഒരുപാട് പോയില്ലേ. അപ്പൊ 8 എന്നുള്ള വാക്ക് 8ന്റെ പണി കിട്ടിയ പരിപാടിയായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ നടന്നുപോയത് എന്നങ്ങ് ആലോചിച്ചാൽ മതി. 78 വരുന്നത് അവിടെയാണ്, 72 വരുന്നത് ഇവിടെയാണ്. 72 പേരാണ് ഫസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്തത് കേട്ടോ. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. 2 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി. INC-യുടെ പ്രസിഡന്റ് പദവി 2 തവണ അലങ്കരിച്ച ആദ്യത്തെ വ്യക്തിയും ആരാണ്? WC ബാനർജിയാണ്. WC ബാനർജിയാണ് 2 തവണ INC പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹം 1885-ലും 1892-ലും INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1885-ലും 1892-ലും INC പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് WC ബാനർജി എന്ന് ഓർത്തു വെച്ചേക്കുക. INC നന്നായിട്ട് പഠിക്കണം. തൽക്കാലം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തന്നത്. നിങ്ങൾ ബാക്കിയും പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഫോർട്ട് ഓഫ് ആഗ്ര വാസ് ഫൗണ്ടഡ് ബൈ വിച്ച് മുഗൾ എംപറർ? ആരാണ് റെഡ് ഫോർട്ട്? റെഡ് ഫോർട്ട് നമ്മള് മുഗളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം പറഞ്ഞില്ലേ, അക്ബർ ആണ് റെഡ് ഫോർട്ട് പണി കഴിപ്പിക്കുന്നത്. അക്ബർ ആണ് റെഡ് ഫോർട്ട്. അപ്പം നമ്മുടെ എന്താണ് ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഒക്കെ തന്നെ ഗോൾഡൻ എറ എന്നറിയപ്പെടുന്നത് അക്ബറിന്റെ റീജിയൻ ആണ് അല്ലെ. 1556-ലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. അക്ബറിന്റെ കഥയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 56-ൽ അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ 13 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്താണ് ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഹുമയൂൺ മാറി നിൽക്കുന്ന സമയത്തും ഒക്കെ ഇദ്ദേഹത്തെ വളർത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളർത്തമ്മയുണ്ട്. മാഗം അനഘ എന്നാ പേര് കേട്ടോ. മാഗം അനഘ എന്നാണ് പേര്. മാഗം അനഘയാണ് ഇദ്ദേഹത്തെ വളർത്തുന്നത്. 1556 ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം ചക്രവർത്തി ആവുന്നു, മുഗൾ കിങ് ആവുന്നു, മുഗൾ രാജാവാവുന്നു. ഭയങ്കര മൈനർ ആയിട്ട്
അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ജനറൽ ഉണ്ട്, സൈനിക മേധാവി ബൈറാം ഖാൻ എന്നാണ്. ബൈറാം ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ, ബൈറാം ഖാൻ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള മുഗൾ കിങ് ആണ് അക്ബർ എന്ന് പറയുന്നത്. ഇല്ലിറ്ററേറ്റ് പഠിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദിന്നിലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു മതം സ്ഥാപിച്ചു, ഇബദത് ഖാന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ ഹോൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെ അക്ബറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ ആ ഒരു മതം ഒക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക മതമൊക്കെ രൂപീകരിച്ചു. കാര്യം എല്ലാ മതക്കാരെയും ഒരുപോലെ കാണണമെന്നുള്ള ഒരു മനസ്സുണ്ടായിരുന്ന വ്യക്തിയാണ്. മുസ്ലിംസ് നോൺ മുസ്ലിംസിന് മേലൊരു നികുതി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഹിന്ദുസിന്റെ മേലുണ്ടായിരുന്ന ഒരു നികുതിയാണ് ജസിയ. ജസിയ എടുത്തു കളഞ്ഞ മുഗൾ കിങ് ആണ് അക്ബർ എന്ന് പറയുന്നത്. ജസിയ തിരിച്ചു കൊണ്ടുവരുന്ന മുഗൾ കിങ് ആണ് ഔറംഗസീബ് എന്ന് പറയുന്നത്. ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ 1556 ഇദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത്. അക്ബർ ആണ് ഈ പറയുന്ന റെഡ് ഫോർട്ട് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി അറിയാമോ? ഫത്തേപൂർ സിക്രി പണിയെടുപ്പിച്ചത് ആരാ? അക്ബറാണ്. ഇദ്ദേഹം ഗുജറാത്ത് ഏരിയയിൽ പോയി യുദ്ധം നടത്തി. ഗുജറാത്ത് വിക്ടറിയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം നിർമ്മിക്കുന്ന സ്ഥലമാണ് ഫത്തേപൂർ സിക്രി. ഇദ്ദേഹത്തിന്റെ ആസ്ഥാനം അദ്ദേഹം ഫത്തേപൂർ സിക്രിയിലേക്ക് ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫത്തേപൂർ സിക്രി ആര് പണികഴിപ്പിച്ചാണെന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ്. ഗുജറാത്ത് വിക്ടറിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പണികഴിപ്പിക്കുന്നതാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. പിന്നെ മാഗം അനഖയാണ് ഇദ്ദേഹത്തിന്റെ വളർത്തമ്മ. ബൈറാം ഖാൻ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ സൈനിക മേധാവി, ജനറൽ എന്ന് പറയുന്നത്, മിലിറ്ററി ജനറൽ. ബൈറാം ഖാൻ ആണ് ഇദ്ദേഹത്തിന് വേണ്ടി കുറച്ചു നാളൊക്കെ ഭരണം നടത്തിയത് കേട്ടോ. അപ്പൊ ആ സമയത്ത് അക്ബറിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പുള്ളി ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. പിന്നെ കുറച്ച് അഗ്രസീവും കൂടിയായിരുന്നു ബൈറാം ഖാൻ. സോ ഒരു പ്ലാൻഡ് ആയിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹത്തെ ബൈറാം ഖാനെ മെക്കയിലേക്ക് പറഞ്ഞു വിട്ട് പോകുന്ന വഴി ഇദ്ദേഹത്തെ അക്ബർ തന്നെ കൊല്ലിക്കുവാണെന്നാണ് ഒരു കഥ ഉള്ളത്. ഇപ്പൊ ബൈറാം ഖാൻ എന്തായാലും കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം അക്ബർ സ്വതന്ത്രമായിട്ട് ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അക്ബറിനെ പറ്റി, കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പൊ പറഞ്ഞ ജസ്റ്റ് 56 വന്നു. ഫത്തേപൂർ സിക്രി, റെഡ് ഫോർട്ട്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഏറ്റവും വലിയ ജുമാ മസ്ജിദ് ഒക്കെ പണിയെടുപ്പിച്ചത് ആരാണ്? നമ്മുടെ അക്ബർ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, 1798 ഹു ബിക്കെയിം ദ ഗവർണർ ജനറൽ ആൻഡ് ബിൽറ്റ് എ മാസീവ് പാലസ് ഗവൺമെന്റ് ഹൗസ് ഫോർ ഹിംസെൽഫ് ഇൻ കൽക്കട്ട. കൽക്കട്ടയിലെ ഗവൺമെന്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു മാസീവ് പാലസ് ഒക്കെ ബിൽറ്റ് ആരാണ് അത് പണികഴിപ്പിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. 1798 ആയപ്പോഴത്തേക്കും ആരാണ് ഇവിടുത്തെ ഗവർണർ ജനറൽ? വെല്ലസ്ലി, ലോർഡ് വെല്ലസ്ലി ആണ് അല്ലെ ഇവിടുത്തെ ഗവർണർ ജനറൽ വരുന്നത്. ലോർഡ് വെല്ലസ്ലി ആണ്. ഏത് വെല്ലസ്ലി? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഇവിടുത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. റിച്ചാർഡ് വെല്ലസ്ലി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. 1798 തൊട്ട് 1805 വരെയാണ് റിച്ചാർഡ് വെല്ലസ്ലി ഭരിക്കുന്നത്. 1798 തൊട്ട് 1805 വരെയാണ് റിച്ചാർഡ് വെല്ലസ്ലി ഭരിക്കുന്നത് അല്ലെ. അപ്പോ അദ്ദേഹത്തിന് കുറെ പേരുണ്ട്. എന്താണ്? ബംഗാളിലെ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ് അല്ലെ. അതുപോലെ തന്നെ അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ബംഗാൾ കടുവ, ടൈഗർ ഓഫ് ബംഗാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ വെല്ലസ്ലി ആണ്. എന്താണ്? 1798 എന്ത് കൊണ്ടുവരുന്നത്? സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത്, ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ 1798 തൊട്ട് 1805 വരെ ഭരിച്ചു. ഇവിടെ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത്, അതായത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെക്കുന്നത് ഏത് നാട്ടുരാജ്യമാണ്? ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദ് ആണ് ആദ്യമായിട്ട് ഹൈദരാബാദിലെ നിസാമാണ്. എന്ന് വെച്ചാൽ ഇവര് നമുക്ക് കുറച്ച് സൈനികരെ ക്യാമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടുരാജ്യത്ത് അനുവദിക്കും. അവരുടെ ഫുൾ ചെലവ് നാട്ടുരാജ്യത്തിന്റെ ഓണർ നോക്കിക്കോണം. ഇവര് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് വേറെ സന്ധികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ ഉള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുള്ളതാണ്. മറ്റു രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ നിന്നും ഇവര് ബ്രിട്ടീഷ് ആർമി നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതാണ് ഈ സൈനിക സഹായ വ്യവസ്ഥയുടെ ഒരു ഓൾറൗണ്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ബംഗാൾ ടൈഗർ എന്നൊക്കെ അറിയപ്പെടുന്നു റിച്ചാർഡ് വെല്ലസ്ലി. 1798 തൊട്ട് 1805 വരെ ഇന്ത്യ ഭരിച്ചു. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. സബ്സിഡറി അലയൻസിൽ ആദ്യമായിട്ട് ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യം ഹൈദരാബാദ് ആണ് കേട്ടോ. അപ്പൊ അത്രയും ഓർത്തു വെച്ചേക്കാം.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അനിമൽസ് ആർ ഫ്രീക്വന്റ്ലി സീൻ ഓൺ ദ സീൽസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താണ്. സീലുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന മൃഗം ബുള്ളാണ് കേട്ടോ. ബുള്ളാണ്. ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അവരുടെ സീലുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന മൃഗം ബുള്ളാണ്. ഓൾറെഡി അവര് അഗ്രികൾച്ചർ ചെയ്തിരുന്ന ആൾക്കാരാണ്. അഗ്രികൾച്ചർ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ ബുള്ളിനെ അവര് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മൃഗമാണ്. സോ ബുള്ളാണ് അവരുടെ സീലില്. ഒരുപാട് അനിമൽസ് ഉണ്ട്. ഫ്രീക്വന്റ്ലി ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്നത് ബുള്ളാണ് കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷൻ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാരപ്പൻ കൂടുതൽ ഞാൻ പറയുന്നില്ല. ബുള്ളാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സീലുകൾ കാണപ്പെട്ട അനിമൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ വാസ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? അത് ആരൊക്കെ തമ്മിലാണ്? അക്ബറും ഹെമുവും തമ്മിൽ. ഏത് വർഷമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1556 കേട്ടോ. 1556 1556 ആരൊക്കെ തമ്മിലാ? അക്ബറും ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അക്ബറും ഹെമുവും. ഇദ്ദേഹം സൂർ രാജവംശത്തിലെ ആദിൽ ഷാ സൂരിയുടെ വാസിറായിരുന്നു. അതായത് പ്രധാനമന്ത്രി പോസ്റ്റിലിരുന്ന വ്യക്തിയാണ്. ആദിൽ ഷാ സൂരിയുടെ വാസിർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഹെമു എന്ന് പറയുന്നത്. വാസിർ മീൻസ് പ്രധാനമന്ത്രി. അല്ലെങ്കിൽ ഇദ്ദേഹവും എന്താണ് അക്ബറുമായിട്ടുള്ള പാനിപ്പട്ടിൽ വെച്ച് നടക്കുന്ന യുദ്ധമാണ് സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധം എന്നറിയപ്പെടുന്നത്. 1556 ഇത് നടക്കുന്നത്. അക്ബറാണ് വിജയിക്കുന്നത്. അപ്പൊ ഈ ഹെമു എന്ന് പറയുന്നത് വിക്രമാദിത്യ എന്ന പേര് സ്വീകരിച്ച വ്യക്തിയാണ് കേട്ടോ. ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നാണ്. അദ്ദേഹം ഡൽഹി പിടിച്ചെടുക്കുന്നുണ്ട് ചെറിയൊരു സമയത്തേക്ക്. ആ സമയത്തേക്കാണ് ഇദ്ദേഹം പഴയ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു പേരായ വിക്രമാദിത്യ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹെമു അല്ലെങ്കിൽ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അക്ബർ ഇദ്ദേഹത്തെ തോൽപ്പിച്ച് ഹെമുവിനെ വധിക്കുവാണ് സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധത്തില്. അക്ബർ 1556 അക്ബർ ഹെമുവും തമ്മില്. ഹെമു എന്ന് പറയുന്നത് സൂർ രാജവംശത്തിലെ രാജാവായ ആദിൽ ഷാ സൂരിയുടെ വാസിറായിരുന്ന വ്യക്തിയാണ്. അതായത് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഹെമു ചെറിയൊരു കാലയളവിലേക്ക് ഡൽഹി പിടിച്ചടക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് അക്ബർ ഉടനെ തന്നെ ഹെമുവിന്റെ കയ്യിൽ നിന്നും ഡൽഹി തിരിച്ചു പിടിക്കുന്നുണ്ട്. പാനിപ്പട്ടിൽ വെച്ചിട്ടാണ് അവർ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ഹെമു എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം കിങ് ആവുന്നുണ്ട്. ഡൽഹി പിടിച്ചെടുത്ത് കിങ് ആവുന്ന ആ സമയത്ത് അദ്ദേഹം സ്വീകരിക്കുന്ന പേരാണ് വിക്രമാദിത്യ എന്നുള്ള പേര്. ഓക്കെ, അപ്പോ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ജസ്റ്റ് എന്താണ് അക്ബറും ഹെമുവും തമ്മിലുള്ള ആ ഒരു പാനിപ്പട്ട് യുദ്ധം 1556 ഹാരപ്പൻ സിവിലൈസേഷനിൽ ഏറ്റവും കൂടുതൽ സീലുകളിൽ കണ്ടിരുന്ന മൃഗം ബുള്ളാണ്. 1798 അധികാരത്തിൽ വന്ന് സ്വന്തമായിട്ട് മാസീവ് പാലസ് ഒക്കെ നിർമ്മിച്ച് ഗവൺമെന്റ് ഹൗസ് നിർമ്മിച്ചത് ലോർഡ് വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലി ആണ്. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് അക്ബറാണ്. അതുപോലെ തന്നെ INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി ആണ്. ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഗുൽബദൻ ബീഗമാണ്. വിക്രമാദിത്യ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മറ്റൊരു പേരാണ്. സിൽവർ കോയിൻസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്ത കിങ് ആണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്നത്. അതുപോലെ കൗടില്യ 4 സോഴ്സസ് ഓഫ് ലോസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ഫെബ്രുവരി 20, 1947 ആ ഒരു ഡിക്ലറേഷൻ നടത്തിയത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. അതിനുശേഷമാണ് നമ്മുടെ മൗണ്ട് ബാറ്റൻ ഈ പറയുന്ന ജൂൺ 3 പ്ലാൻ ഒക്കെ കൊണ്ടുവരുന്നത്. ഇനി ഏത് വർഷമാണ് മുസ്ലിം ലീഗ് നമ്മുടെ മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ ഓട്ടോണോമി വേണമെന്നുള്ള ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 1940 ലാഹോർ സെക്ഷനിലാണ്. അറ്റ്ലീസ്റ്റ് ഈ 10 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ബാക്കി പോർഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കിയോ അതിനെപ്പറ്റി ഒന്ന് തിരക്കി പോവുകയോ ഒക്കെ ചെയ്യാൻ തയ്യാറാവണം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലും NTPC നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.